സർ DMK NDAയിൽ ചേരുമെന്ന് ഒരു അഭ്യൂഹം വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ, അങ്ങനെ ചേർന്നാൽ കേന്ദ്രമന്ത്രിസഭയിൽ DMK മന്ത്രിമാർ വരുമോ? NDA ചേർന്നാൽ വരും. പിന്നെ NDA ചേർന്നാൽ പിന്നെ അവർ വരാതിരുന്നിട്ട് കാര്യമില്ല. അതിനല്ലേ അവർ NDA ചേരുന്നു. അപ്പം അതിനുള്ള ചർച്ചകൾ നടക്കുന്നു. അല്ലെങ്കിൽ അത് നല്ലതുപോലെ നടക്കുന്നു എന്നുള്ള രീതിയിലും അതിനെ ആ ചർച്ച അല്ലെങ്കിൽ പൂർണ്ണതയിൽ എത്തും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംസാരമൊക്കെ സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. ചില വിഷയങ്ങൾക്കകത്ത് ഞങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ BJPയുടെ കൂടെ കൂടും. അവിടുത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം DMKയ്ക്കും ADMKയ്ക്കും കിട്ടിയ ഒരു അടി വല്ലാത്തൊരടിയാണ്. കാരണം വീണ്ടും തുടർഭരണം പിണറായി വിജയൻ ഇവിടെ കിട്ടുമെന്ന് വിചാരിച്ചതുപോലെ DMK അവിടെ വിചാരിച്ചതാണ്. സർവേ എല്ലാവർക്കും അനുകൂലമായിരുന്നു. പക്ഷെ TVK ഇതിനിടെ കൂടെ കൊണ്ടുപോയി. രണ്ടാമത് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ കേഡർ പാർട്ടിയാണ് DMK, ഇവിടുത്തെ CPMൻ്റെ കൂട്ടാണ്. പക്ഷെ തിരിച്ചു കയറാൻ പറ്റാത്തോളം ഉലയ്ക്കുന്നോ. കാരണം ഒന്ന് TVKയുടെ ഒരു സാന്നിധ്യം വളരെ വലുതായിട്ട് വരുന്നുണ്ട്. കാരണം ഇവർ 6 മാസത്തിനകത്ത് ഉലയ്ക്കാൻ തിരിച്ചിടാമെന്നൊക്കെ പറഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോഴത്തേന് ADMK പിളർത്തി അവർ കയറ്റിക്കൊണ്ടിരിക്കുക. 5 കൊല്ലം മാത്രമല്ല, ജനത്തിൻ്റെ ഇടയിലേക്ക് ഇവൻ താരമായിട്ട് നിൽക്കുക, ഇവൻ ജനത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയുമുണ്ട്. മറ്റേ സ്റ്റാലിൻ്റെ നിലപാടുകളും ധാർഷ്ട്യവും മറ്റു പലതുമൊക്കെ മാറ്റിയിട്ട് ഇവൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. അപ്പം അത് ഇയാളുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അധികാരമില്ലാത്ത രാഷ്ട്രീയം പിടിച്ചു നീക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ വന്നാൽ കനിമൊഴിയൊക്കെ മന്ത്രിയാക്കാം. അപ്പൊ അതൊരു അധികാര രാഷ്ട്രീയത്തിലേക്ക് പോവാം. അങ്ങനെ അധികാര രാഷ്ട്രീയം തുടർന്നാൽ മാത്രമേ തമിഴ്നാട് പോലെയുള്ളിടത്ത്, ഇവിടുത്തെ കൂട്ടല്ല, തമിഴ്നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അധികാരമില്ലാത്തതിന് അവിടെ അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടി തന്നെ ഒതുക്കും. അറിയാമല്ലോ, ജയലളിതയൊക്കെ പണ്ടിരുന്നപ്പോൾ കരുണാനിധിയൊക്കെ കാലെ എടുത്തുകൊണ്ട് പോയതാണ്. അത് ഇവിടെ അങ്ങനെ ചെയ്യത്തില്ല. അവിടെ ആ ഒരു ബഹുമാനം പോലും ഇല്ല. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അന്നൊരു കേന്ദ്രമന്ത്രിയെ പോലീസ് പിടിച്ചോണ്ട് പോയി അതിന്റെ കെയർ ഓഫിൽ 6 മാസം കഴിഞ്ഞപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തിയെന്ന് പറഞ്ഞു. കൊണ്ടുപോയി ഇടിച്ചു. ഈ ജയലളിത ചെയ്ത പരിപാടിയാണ്. അവരുടെ അതേ സെയിം റാങ്കുള്ള കേന്ദ്രമന്ത്രിയാണ്. എന്നിട്ട് പോലും അപ്പം ഇപ്പം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം നേരത്തെ ഈ പരിചയം BJPയുടെ കൂടെ നിന്നുള്ള പരിചയമൊക്കെ DMKയ്ക്കുണ്ട്. എനിക്കൊന്ന് വാജ്പേയിയുടെ കാലമായിരുന്നെന്ന് തോന്നുന്നു. DMK BJPയുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പം ഇവരെ കൊണ്ടുവന്നാൽ ഇപ്പം ഇതിനകത്ത് 1, 2, 3 ബില്ല് പാസ്സാവണേ 3-2 ഭൂരിപക്ഷം വേണം. ഒന്ന് ഈ നമ്മുടെ സംവരണത്തിൻ്റെ ബില്ല്, സ്ത്രീ സംവരണത്തിൻ്റെ ബില്ല് 3-2 ഭൂരിപക്ഷം വേണം. 2 മണ്ഡല പുനർനിർണയത്തിൻ്റെ ബില്ലിന് 3-2 ഭൂരിപക്ഷം വേണം. ഈ മണ്ഡല പുനർനിർണയം നടന്നു കഴിഞ്ഞാൽ BJP പിന്നെ തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയില്ല വടക്കേ ഇന്ത്യയിൽ. അല്ലെങ്കിൽ ഈ മണ്ഡല പുനർനിർണയത്തിനകത്ത് തമിഴ്നാടിൻ്റെ താല്പര്യം സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നാൽ അവിടുന്ന് 22 MP ലോക്സഭയിലേക്ക് ഏതാണ്ട് 62ഓളം MP കുറവാണുള്ളത്. അതിപ്പം ആ കുറവെന്ന് പറഞ്ഞാൽ എവിടെ നിന്നുള്ള കുറവായിരുന്നു? ഇന്ത്യ മുന്നണിയുടെ ഭാഗം നിൽക്കുന്ന MP. അതിനകത്ത് അവരിപ്പം തൃണമൂൽ കോൺഗ്രസ് അവർ പിളർത്തി എടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് 10-24 MP വന്നിട്ടുണ്ട്. രാജ്യസഭയിൽ ലോകസഭയിലും വന്നറിയത്തില്ലേ, പഞ്ചാബിൽ നിന്നുള്ള 7 രാജ്യസഭ MP വന്നിട്ടുണ്ട്. പിന്നെ മഹാരാഷ്ട്രയിൽ ഈ ഉദ്ധവ് താക്കറയുടെ 9 MP 6 കൂടുതൽ, ഇപ്പം 6 കൂടുതലും പോകുന്നതെന്നാണ് പറയുന്നത്. 6 നമ്മൾ ഔദ്യോഗികമായിട്ട് വാർത്ത ചെയ്തതാണ്. അതിനെ പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് തന്നെ ശരത് പവാറിന്റെ മറ്റേ 1 MP ഉള്ളല്ലോ, ഇപ്പൊ അജിത് പവാറിന്റെ 1 MP ഉള്ളത്. ബാക്കി ഒരു 7 MP 8 MP കണ്ട് ശരത് പവാറുണ്ട്. കണക്കെനിക്കത്തില്ല, എന്തായാലും 7-നകത്തുണ്ട് വോട്ട്. അതുണ്ട്. അതും ഏതാണ്ട് തീരുമാനമായി, അവരുടെ ഒന്നിച്ച് തീരുമാനമായി ഇപ്പുറത്തോട്ട് വരുന്ന രീതിയിലേക്കുണ്ട്. ഇപ്പൊ ഈ DMKയുടെ 20 MP വരികയാണെങ്കിൽ ഈ പിന്നെ നമ്മുടെ ബിജു ജനതാദളിന്റെ YSR കോൺഗ്രസിന്റെ ഇവരുമായിട്ടൊക്കെ ഡീലുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വരുവാണെങ്കിൽ 3-2 ഭൂരിപക്ഷത്തിൽ ഈ ബില്ലുകൾ പാസ്സാക്കാൻ പറ്റും. അപ്പൊ ഈ കഴിഞ്ഞ സമയത്തും ഈ ഒരു ഐഡിയ വളരെ കൃത്യമായിട്ട് അമിത്ഷായുടെ ഭാഗത്തും അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ അമിത്ഷായൊക്കെ ഈ പാർലമെന്റിൽ വരാതെ, പാർലമെന്റിൽ അവിടെ ഇരുന്നതും, അല്ലെങ്കിൽ അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അപ്പം ഇവന്മാര് ബഹളം വെച്ച് പാർലമെന്റ് വിടിയിപ്പിക്കുമ്പോൾ രാവിലെ തന്നെ പാർലമെന്റ് വരാതിരുന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് രീതിയിലേക്ക് പോവുകയാണ്. ഇപ്പൊ ലോകസഭയിലാണ് പ്രശ്നം. രാജ്യസഭയിൽ 3-2 ഭൂരിപക്ഷത്തിന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് രാജ്യസഭയിൽ എണ്ണം ഇപ്പൊ BJP കൂടുതലാണ്. ലോകസഭയിൽ ഈ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലായിരുന്നു, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഈ 3ാമത് വരുമ്പോൾ ഇല്ലായിരുന്നു. അതിന് മുമ്പത്തെ പ്രാവശ്യം 2 വട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം
ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ ഈ 3-2 ഭൂരിപക്ഷത്തിന് ഇവർ ഈ ബില്ല് പാസ്സാക്കുന്ന രീതിയിലേക്ക് പോകും. അതിനുവേണ്ടി വലിയൊരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം കനിമൊഴിയൊക്കെ അവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ ഇരിക്കുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണിയുമായിട്ട് ഇപ്പോൾ ബന്ധമില്ല. കാരണം തമിഴ്നാട് TVKയുമായിട്ട് ഇത്രയും അടുത്ത് നിന്ന സമയത്ത് ഭരണം കിട്ടുന്നതിന് വേണ്ടി TVKയുമായിട്ട് കോൺഗ്രസ് അധികം ഇത് വന്നു. അത് 40-45 കൊല്ലത്തിന് ശേഷം കോൺഗ്രസിന്റെ മന്ത്രി ഉണ്ടാവുന്നത് ഇപ്പോഴാണ്. കോൺഗ്രസിന് TVK വന്നപ്പോഴേ 2 മന്ത്രി ഉണ്ടാകും. എനിക്ക് തോന്നുന്നു 4 പേർക്ക് 2 മന്ത്രി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് അവിടെ 2 മന്ത്രിമാർ 40 കൊല്ലത്തിനിപ്പുറം ഉണ്ടാകുന്നു. പക്ഷേ അവരെ ഒന്നുമില്ലാത്ത സമയത്തും ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ 2024 പോലും ഈ MP മാരെ ഉണ്ടാക്കുന്നതിന് തമിഴ്നാട്ടിൽ DMKയുടെ സഹായം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് MP മാരുണ്ടാകുന്നത്. അവിടെ ഈ ശതമാന കണക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ വോട്ടിന്റെ കാര്യമൊക്കെ വളരെ കുറവാണ് കോൺഗ്രസ്സിന്. അപ്പോൾ ആ സഹായം ചെയ്തപ്പോഴും അപ്പോൾ UP-ലും അഖിലേഷ് യാദവ് ചെയ്യുന്നത് പോലെ കൂടെ നിന്നുണ്ടാകുന്നില്ല. അവിടെയും പണ്ടങ്ങാണ്ടും കോൺഗ്രസ് ഉണ്ടായിരുന്നു. പണ്ടങ്ങാണ്ട് അച്ഛൻ ആന ഉണ്ടായിരുന്നു പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ പല സംസ്ഥാനങ്ങളിലെ അവസ്ഥ. അപ്പൊ ആ പ്രതിസന്ധി ഘട്ടത്തിലൊക്കെ ഈ DMKയ്ക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോലും ഒരു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ സീറ്റുകൾ കൊടുത്ത് ആ സീറ്റുകൾ ജയിപ്പിച്ചുകൊണ്ട് വന്നിരുന്ന DMKയെ സമയം വന്നപ്പോൾ കാലുവാരി പോയതുകൊണ്ട് കോൺഗ്രസുമായിട്ട് ഇനി യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ള നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത്. ആ നിലപാടുമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ BJPയുടെ ഒരു അല്ലെങ്കിൽ സമീപനം. അപ്പോൾ BJP സമീപിക്കുമ്പോൾ പരസ്പരം സംസാരിച്ച് ഈ രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഐത്തമൊന്നുമില്ല. കാരണം അവരുടെയും ഒരു പ്രശ്നമാണ് ഇവരുടെയും ഒരു പ്രശ്നമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പം ഇത് BJPക്കും ആവശ്യമായിട്ടുള്ള ഘടകമാണ്. കാരണം അണ്ണാമലൈ അങ്ങ് പോയി. പിന്നെ യാതൊരു കാരണവശാലും ഈ തമിഴ്നാട്ടിൽ അങ്ങോട്ട് BJP ക്ലച്ച് പിടിക്കാൻ പറ്റുന്നില്ല. കാരണം DMKയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ BJP DMKയുടെ നിൽക്കുകയാണെങ്കിൽ എന്താ പറയുമ്പോഴും അടുത്ത ഇലക്ഷന് ഇവർ ആഗ്രഹിക്കുന്ന കുറെ സീറ്റ് കൊടുത്താൽ MP-മാരും MLA-മാരും ഘടകകക്ഷിയായിട്ട് നിന്നാൽ ഉണ്ടാവും. അപ്പോൾ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത പാർലമെന്റ് സമ്മേളന സമയത്ത് ഈ പ്രധാനപ്പെട്ട ബില്ലുകൾ ഒന്ന് FCRI ബില്ല് ഇപ്പോൾ വിട്ടിട്ടുണ്ട്. അതായത് പാസ്സാക്കാം, ഈസിയായിട്ട് പാസ്സാക്കാം. ഭേദഗതി മാത്രമേ ഉള്ളൂ. ഈ മണ്ഡല പുനർനിർണയവും അല്ലെങ്കിൽ സ്ത്രീ സംവരണം ഇത് രണ്ടും വന്നാൽ ഈ സ്ത്രീ സംവരണം പാസ്സാക്കി എടുക്കുന്നതിന്റെ കൂടെ മണ്ഡല പുനർനിർണയം എന്ന് വെച്ചാൽ അപ്പം മണ്ഡല പുനർനിർണയത്തിന്റെ കൂടെ ഇത്ര ശതമാനം അവർക്ക് വരുമല്ലോ. അപ്പൊ അത് അത്രയും സീറ്റൂടെ പാസ്സാക്കാൻ പറ്റും. രാഷ്ട്രീയമായിട്ട് വലിയ ഗുണമുണ്ടാവും. ഈ സ്ത്രീകളുടെ ആനുകൂല്യം വെച്ചിട്ട് ഇത് പാസ്സാക്കാത്തതിന് സമ്മതിക്കാഞ്ഞത് സ്റ്റാലിനും പിണറായി വിജയനും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി അന്നുണ്ടായിരുന്നതാണ് അവരെന്ന് രാഷ്ട്രീയ ലാഭമാക്കിയത്. ആ സമയത്തായിരുന്നല്ലോ ഈ ഇലക്ഷൻ. അത് വലിയ പാർലമെന്റിൽ നരേന്ദ്രമോദി പറഞ്ഞു, സ്ത്രീകൾക്ക് വേണ്ട പരിഗണന കൊടുക്കാൻ ഞാൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് നിങ്ങൾ സ്ത്രീകളുടെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി പശ്ചിമബംഗാളിൽ കയറിപ്പോയി. അവിടെ പാസ്സാക്കാൻ പുള്ളിക്ക് പറ്റില്ല. ആ സമയത്ത് കൊണ്ടുവന്നു. പുള്ളി വലിയ ബുദ്ധിമാനാണ്. ആ സമയത്ത് കൊണ്ടുവന്ന പാസ്സാക്കാൻ ഒക്കത്തില്ലെന്ന് ആർക്കറിയുമ്പോൾ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ 3-2 ഭൂരിപക്ഷം വേണ്ട ഒരു ബില്ല് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് പറയാം നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അവരൊരിക്കലും സഹായിക്കുന്നില്ലെന്നറിയും. അത് അയാൾ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചു. അതവർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു. അതിനുശേഷം വന്ന ഈ 5 ഇടത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് ശേഷം വന്നതെന്ന് പറഞ്ഞാൽ പശ്ചിമബംഗാളി അടപടലം പോയി. അവിടുത്തെ MP-മാരെ മൊത്തം പറിച്ചെടുത്തു. രണ്ടാമത് ഇവിടെ പിണറായി വിജയൻ പോയി. ഇവിടെ പിണറായി വിജയനായിരുന്നല്ലോ ഏറ്റവും വലിയ എതിർത്ത് നിൽക്കുന്ന ഒരാളും കൂടിയായിരുന്നു സ്റ്റാലിനും പോയി. അപ്പം മൊത്തത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നതിനെ ഒലച്ചു കളഞ്ഞു. ബീഹാറിൽ അതിന് മുമ്പേ പോയി. അപ്പം അത് ഇപ്പം അവർ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുമ്പം അങ്ങനെ വരുവാണെങ്കിൽ വല്ലാത്തൊരു അത്ഭുതമാണ്. കാരണം NDA ചേരുക, പിന്നെ വേണമെങ്കിൽ വെളിയിൽ നിന്ന് പിന്തുണ കൊടുക്കാം. സ്ട്രെങ്താണ്. കാരണം വെളിയിൽ നിന്ന് പിന്തുണ കൊടുക്കുമ്പോൾ എന്തെന്ന് പറയും, MP-മാർ ഇറങ്ങിപ്പോയാൽ മതി. അപ്പോഴും എണ്ണം 3-2 ഭൂരിപക്ഷത്തിന് എണ്ണമാവും. പിന്നെ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കാം. ഏതായാലും ഇപ്പോൾ വരുന്ന വാർത്ത ആ രീതിയിലേക്ക് ആണ്. BJP-ന് വല്ല ശ്രമിക്കുന്നുണ്ട്. കാരണം കൂടെ കൂട്ടാനേ BJP നോക്കത്തുള്ളൂ. അവർക്ക് വലിയ നഷ്ടമൊന്നും വരുന്നില്ല. ഏതാണ്ട് 20ഓളം മന്ത്രിമാരെ മാറ്റി പുതിയ മന്ത്രിമാരെ കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് BJPക്ക് അകത്തതിനെക്കാട്ടിലപ്പുറം BJPക്ക് പുറത്ത് നിൽക്കുന്ന പശ്ചിമബംഗാളിൽ നിന്നുള്ള MP-മാർക്ക് കൊടുക്കണമല്ലോ, പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭ MP-മാർ കൊടുക്കണമല്ലോ. ഇതിനകത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതോ 1-2 വകുപ്പ് നല്ല വകുപ്പ് കൊടുത്തുണ്ട്. കൂടെ നിർത്തിയാൽ വലിയ പാടില്ല, വലിയ രാഷ്ട്രീയ ലാഭം ഉണ്ടാവും. അതിനുവേണ്ടിയുള്ളൊരു ശ്രമമാണ്. കാരണം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സാധനം തീർന്നു കിട്ടും. മനസ്സിലായില്ലേ? കാരണം ഈ സ്റ്റാലിൻ്റെ അവിടെ നിന്ന് 10-40 MP-മാരുള്ള അതൊരു വലിയ ബലമാണ്. പശ്ചിമബംഗാൾ തകർത്ത് കൊടുത്തല്ലോ. പശ്ചിമബംഗാളിൽ ഇതുപോലെ 10-40 MP-മാരുള്ളതാണ്. 40-80 MP-മാരെന്ന് പറയുന്നത് നിസ്സാരമല്ല.
ഇതിനാ പശ്ചിമ ബംഗാൾ തകർത്തു, DMK കൂടെ തകർക്കാൻ കഴിയും. അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഈ 10-22 MP നിൽക്കുമല്ലേ, അതും കൂടെ കൈകാര്യം ചെയ്യാമെങ്കിൽ BJPക്ക് ഭയക്കേണ്ടതായിട്ടില്ല. കാരണം ഇല്ല, ഇന്ത്യ മുന്നണി തീർന്നു. പിന്നെ അഖിലേഷ് യാദവിൻ്റെ കാര്യമില്ല. അഖിലേഷ് യാദവ് ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിന് പരാജയം പറ്റിക്കഴിഞ്ഞാൽ അഖിലേഷ് യാദവ് പൂർണ്ണമായിട്ടും, അഖിലേഷ് യാദവിൻ്റെ ജീവൻ പോരാട്ടമായിരിക്കും 2027 നടക്കാൻ പോകുന്ന UP തെരഞ്ഞെടുപ്പ്. അതിനകത്ത് BJPയുടെ ജീവൻ പോരാട്ടം. ഏതായാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.